പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. മഹാനുഭാവനായ ദശരഥ രാജേന്ദ്രനോട് പൗരന്മാരും നാട്ടുകാരും ഒന്നിച്ചു പറഞ്ഞു, ദേവസദ്ഗുണങ്ങളുടെ വിളനിലമാണ് അവിടുത്തെ പുത്രൻ. ദേവതുല്യനും അമേയ ബുദ്ധിമാനുമായ രാജകുമാരൻ്റെ പ്രിയംകരങ്ങളായ ഗുണസമൂഹം ഞങ്ങൾ മനസ്സിലാക്കിയത് പറയാം. അന്നദാതാവായ തിരുമേനി, സത്യവിക്രമനും ഇന്ദ്രാനുപനുമായ ശ്രീരാമചന്ദ്രകുമാരൻ ദിവ്യഗുണങ്ങളാൽ ഇക്ഷ്വാകു വംശ രാജാക്കന്മാരിൽ എല്ലാവരിലും ശ്രേഷ്ഠനാണ്. സത്യധർമ്മ പരായണനായ രഘുനന്ദനൻ ഭൂമണ്ഡലത്തിൽ രൂപമാർന്ന പുരുഷോത്തമൻ തന്നെ. ശ്രീയോടുകൂടിയ ധർമ്മം ഉദ്ഭവിച്ചത് കുമാരരിൽ നിന്നാണെന്ന് തോന്നുന്നു. ക്ഷമയിൽ ഭൂമി, പ്രജകളുടെ ആഹ്ലാദത്തിൽ പൂർണ്ണചന്ദ്രൻ, ബുദ്ധിശക്തിയിൽ വ്യാഴാചാര്യർ, വീര്യത്തിൽ ദേവേന്ദ്രൻ, ഇവർ ഞങ്ങളുടെ രാജകുമാരനെ തുല്യരായി കണക്കാക്കാം. സത്യപ്രതിജ്ഞനും ധർമ്മമൂർത്തിയും സത്സ്വഭാവിയും ഇന്ദ്രിയ വിജയം സിദ്ധിച്ചവനുമായ ശ്രീരാമഭദ്രൻ മൃദുഭാഷിയും മംഗളസ്വരൂപിയും സ്ഥിരഹൃദയത്തോടു കൂടിയവനും അസൂയ ലേശം ഇല്ലാത്തവനും ആകുന്നു. സർവചരാചരങ്ങളിലും കരുണാകടാക്ഷം പൊഴിക്കുന്ന കൊച്ചു തിരുമേനി വൃദ്ധരും വിജ്ഞരുമായ വിപ്രശ്രേഷ്ഠന്മാരുടെ വിദ്യാഭ്യാസ സഹവാസങ്ങൾ കൊണ്ട് അതുല്യ കീർത്തി വളർത്തുന്നു. മാത്രമല്ല, ദേവാസുര മനുഷ്യന്മാർക്ക് അറിയാവുന്ന അഖില ശസ്ത്രശാസ്ത്രങ്ങളും അറിയുകയും ചെയ്യാം. നാട്ടിനോ നഗരത്തിനോ വേണ്ടി ശ്രീരാമ ലക്ഷ്മണ കുമാര സഹിതനായി യുദ്ധത്തിനു പോയാൽ വിജയശ്രീ ലാളിതനാകാതെ ഒരിക്കലും മടങ്ങുകയില്ല. സാംഘോപാംഗങ്ങളോടുകൂടിയ വേദങ്ങളും വിപ്രപ്രമുഖന്മാരിൽ നിന്നും അഭ്യസിച്ച രാജകുമാരൻ വിജ്ഞാനസാഗരത്തിൻ്റെ മറുകരയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ അനിവിനീതനുമാണ് ഭരതാഗ്രജൻ. രഥത്തിലോ ഗജവീരനിലോ കയറി യുദ്ധകളത്തിൽ നിന്ന് മടങ്ങി വരുന്ന ശ്രീരാമചന്ദ്രൻ ഞങ്ങളെ കണ്ടാൽ കുശലം ചോദിക്കുന്നത് ഔരസപുത്രനോട് പിതാവെന്ന പോലെയാണ്. ആത്മജന്മാർ അനുസരണയുള്ളവരല്ലേ? ധർമ്മധാരങ്ങൾ ശുശ്രൂഷ നിരതരല്ലേ? ശിഷ്യന്മാർ വിനീതരല്ലേ? എന്ന് തുടങ്ങിയവ ആ പുരുഷോത്തമൻ എപ്പോഴും ചോദിക്കും. ഞങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ നിർവ്യാജമായി അതിൽ പങ്കുചേരും. ഉത്സവാദികളിൽ അച്ഛനെ പോലെ ഒന്നിച്ചു ചേർന്ന് രസിക്കും. പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ടല്ലാതെ സംസാരിക്കുക പതിവില്ല. ആ ധർമ്മസ്വരൂപി വെറും വാദത്തിന് ഒരിക്കലും തുടരുകയില്ല. വചസ്പതിയെപ്പോലെ യുക്തിയുക്തമായേ സംസാരിക്കൂ. മഹാവിഷ്ണുവിനെ പോലെ ആയതലോചനനും ലോകാഭിരാമനുമായ ശ്രീരാമകുമാരൻ വീരശൂര പരാക്രമിയാണ്. 3 ലോകങ്ങൾ നിഷ്പ്രയാസമാ ഒറ്റയ്ക്ക് പരിരക്ഷിക്കുവാൻ സാധിക്കുന്ന ഈ വിജിതേന്ദ്രിയന് ഭൂമി എത്രയോ നിസ്സാരം. രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുകയും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രാജകുമാരൻ്റെ ദ്വേഷവും സന്തോഷവും വെറുതെയായി തീരില്ല. യാതൊരു ദോഷവുമില്ലാത്ത കൊച്ചു തിരുമേനി പ്രചണ്ഡ കിരണനായ ഭാസ്കരനാണ്. സംശയമില്ല, ഈ ലോകപാലകന്റെ ഭരണത്തിൻ കീഴിൽ ഇരിക്കുവാൻ ഞങ്ങൾ മാത്രമല്ല, ശ്രീ ഭൂമിദേവി കൂടി ആഗ്രഹിക്കുന്നു. സത്പുത്ര ലാഭത്താൽ സന്തുഷ്ടനായ കശ്യപനെ പോലെ ഭാഗ്യവാനായ അവിടുത്തെ നന്മയ്ക്ക് ശ്രീരാമകുമാരൻ ഭൂജാതനായി ദേവന്മാർ, ബ്രാഹ്മണന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, ഉരകമുഖ്യന്മാർ എന്നിവരോട് എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കുമാരൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും മാത്രം. തരുണന്മാർ, വൃദ്ധന്മാർക്ക് മാത്രമല്ല, അംഗനകൾ കൂടി 2 നേരം അതിശ്രദ്ധയോടെ രാമകുമാരന് വേണ്ടി പൂജാദികൾ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. വരപ്രദനായ അവിടുത്തെ തിരുവുള്ളത്താൽ പ്രജകളുടെ ആശ നിറവേറട്ടെ. മഹാപ്രഭോ, ഇന്ദീവരദളം പോലെ ശ്യാമള നിറമാർന്നവനും ശത്രുക്കളെയെല്ലാം നിഷ്പ്രയാസം നിഗ്രഹിക്കുന്നവനും അവിടുത്തെ ആത്മജനുമായ ശ്രീരാമകുമാരനെ യുവരാജ എന്ന പട്ടത്തിൽ ഞങ്ങൾ കാണുമാറാകട്ടെ. ലോകത്തിനെല്ലാം ഹിതമേകുന്ന ദേവതുല്യൻ, സർവജനങ്ങളുടെയും ഹൃദയനിവാസിയായ ധർമ്മസ്വരൂപി, പുണ്യാതിരേകത്താൽ അവിടുത്തെ ഔരസപുത്രനായി ജനിച്ച ലോകാഭിരാമൻ ഞങ്ങളെ പരിപാലിക്കുന്ന രാജേന്ദ്രനാകുവാൻ അവിടുത്തെ തിരുവുള്ളം കനിയണി. താമരപ്പൂമൊട്ടുപോലെ കൂപ്പുകൈകളേന്തിയ പ്രമുഖന്മാരുടെ വാക്കുകൾ കേട്ട് ഹൃദയം കുളിർത്ത് ദശരഥ മഹാരാജാവ് പ്രിയവും ഹിതവുമായി പറഞ്ഞു, എൻ്റെ പ്രിയപുത്രനിൽ യൗവ രാജ്യം നേരുന്നതുകൊണ്ട് എൻ്റെ യോഗ്യത നിസ്തൂലമായി. ഞാൻ ഏറ്റവുമധികം സന്തുഷ്ടനുമായി. വിപ്രവര്യന്മാരെ മാനിച്ച് പ്രജകളെ സാഭിമാനം കടാക്ഷിച്ച് ബ്രഹ്മർഷിവര്യനായ വസിഷ്ഠവാമദേവന്മാരെ നമസ്കരിച്ച് അവരോട് നൃപതി വീണ്ടും തുടർന്നു. ശ്രീമത്തായ ചൈത്രമാസം പുണ്യപൂരിതമാണ്. കാടുകളെല്ലാം നാനാവർണ്ണ കുസുമങ്ങളാൽ അലംകൃതമായി. രാജാഭിഷേകത്തിന് വേണ്ടതെല്ലാം ഒരു കൂട്ടാം. ഈ വാക്കുകൾ ജനങ്ങളിലുണ്ടാക്കിയ സന്തോഷം ദിഗന്ധങ്ങളിൽ
മറ്റൊലി തന്നെയുണ്ടാക്കി. പതുക്കെ പതുക്കെ ആരവം അവസാനിച്ചപ്പോൾ നരപാലകേന്ദ്രൻ വസിഷ്ഠ ബ്രഹ്മഋഷിയോട്, ഭഗവാനെ, രാമാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കർമ്മങ്ങളും അവിടുന്ന് അരുളി ചെയ്യണം. ഭൂപാലകന്റെ അഭ്യർത്ഥന കേട്ട ദ്വിജസത്തമൻ വിനീതനായി കൈകൂപ്പി നിൽക്കുന്ന സദസ്യരോട് നിർദ്ദേശിച്ചു. സ്വർണാദികളായ ലോഹങ്ങൾ, നവരത്നങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, പ്രധാനപ്പെട്ട ഔഷധങ്ങൾ, വെളുത്താമലകൾ, മലരുകൾ, നെയ്യും തേനും നിറച്ച പ്രത്യേക പാത്രങ്ങൾ, കോടി വസ്ത്രങ്ങൾ, എല്ലാവിധത്തിലുള്ള ആയുധങ്ങളൊത്ത പള്ളിത്തേർ, 4 അംഗപ്പടകൾ, സർവ്വലക്ഷണങ്ങളുമൊത്ത ഗജവീരന്മാർ, വെൺകൊറ്റക്കുട, കൊടിമരം, മിന്നിത്തിളങ്ങുന്ന 100 തങ്കക്കുടങ്ങൾ, മുഴുപ്പുലിത്തോൽ, സ്വർണം കൊണ്ട് കൊമ്പ് കെട്ടിയ കാള, ഇങ്ങനെ ആവശ്യമുള്ള സർവ്വവസ്തുക്കളും പ്രഭാതത്തിലേക്ക് രാജകീയ അഗ്നിശാലയിൽ ഒരുക്കുവിൻ. ഇത്തരം ഉത്സവങ്ങൾക്ക് വേണ്ട മറ്റു സാധനങ്ങളും എല്ലാം തന്നെ തയ്യാറാകണം. നഗരത്തിൻ്റെ ഗോപുരങ്ങളിലും അരമനയുടെ പ്രവേശ മാർഗങ്ങളിലും സുഗന്ധപൂർണങ്ങളായ കുസുമങ്ങൾ തൊടുത്ത ചന്ദനമാല്യാദികളും പരിമളം പരത്തുന്ന ധൂപങ്ങളും ഉണ്ടായിരിക്കണം. 100,000 അന്തണന്മാർക്ക് തൈര്, പാല്, നറുനെയ് എന്നിവയോടൊത്ത മൃഷ്ടാന്നം നാളെ രാവിലെ സോപചരം കൊടുക്കണം. മാത്രമല്ല നെയ്യ്, തൈര്, മലര് എന്നിവയോടുകൂടിയ ദക്ഷിണകൾ ധാരാളം നാളത്തെ സൂര്യോദയത്തിൽ ദാനം ചെയ്യണം. ആ സമയത്ത് സ്വസ്തി പ്രവചനം നടത്തണം. ബ്രാഹ്മണവര്യന്മാരെ വേഗത്തിൽ ക്ഷണിക്കുവിൻ. അവർക്കുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കുവിൻ. കൊടിക്കൂറകൾ എല്ലായിടത്തും തൂക്കുവിൻ. രാജവേദികൾ മുഴുവൻ ശുചിയാക്കി വെള്ളം തളിക്കുവിൻ. കൊട്ടാരത്തിൻ്റെ 2ാമത്തെ മതിൽക്കെട്ടിൽ വാദ്യക്കാരും സർവാംഗ സുന്ദരികളും അലങ്കൃതകളായ വേശ്യാസ്ത്രീകളും നിൽക്കട്ടെ. വിശേഷാലുള്ള പൂജ, സദ്യ, ദക്ഷിണ എന്നിവയെല്ലാം ചൈത്യങ്ങളിലും ദേവാലയങ്ങളിലും വെവ്വേറെ ഏർപ്പെടുത്തണം. ഉത്സവം ആഘോഷിക്കുന്ന കൊട്ടാരമുറ്റത്തിൽ അരയിൽ വാൾ തൂക്കി നിർമ്മലങ്ങളായ ഉടുപ്പുകൾ അണിഞ്ഞ രാജഭടന്മാർ സൂര്യോദയത്തിനു മുമ്പ് എത്തണം. ഭഗവാൻ വസിഷ്ഠന്റെ അരുളപ്പാട് കേട്ട പ്രജകളിൽ ഉത്സാഹം ആവേശമുണ്ടാക്കി. അല്പസമയത്തിനുള്ളിൽ നിർദ്ദേശങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ടു. സന്തുഷ്ടരായ വസിഷ്ഠദേവ ഋഷിവര്യന്മാർ ഒരുക്കിക്കഴിഞ്ഞതും ഇനി ബാക്കി വേണ്ടതും നരേന്ദ്രനോട് വ്യക്തമാക്കി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.